ഹാപ്പി ബർത്ത്ഡേ ടു മീ. അപ്പൊ ഗൈസ് ഞങ്ങളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ എനിക്ക് ഒത്തിരി പ്ലാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ ഭാഗ്യമില്ലായ്മ കാരണം ഇന്ന് ക്ലാസ് ഇല്ല. ചൂടായതുകൊണ്ട് ഇവിടെ കോളേജിൽ അവധി കൊടുത്തിരിക്കുക ഒരാഴ്ചത്തേക്ക്. അപ്പം കോളേജിലില്ല, ഒന്നുമില്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ പബ്ലിഷ് ആക്കുമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും നല്ലൊരു ഈവെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ആക്കത്തുള്ളൂ. ഈ വീഡിയോ പബ്ലിഷ് ആക്കിയെങ്കിൽ അതിനർത്ഥം ഈ വീഡിയോയിൽ എന്തൊക്കെയോ നല്ല സംഭവം ഉണ്ട് എന്നായിരിക്കും. എന്താ നടക്കാൻ പോകുന്നത് എനിക്കറിയാം. അപ്പൊ ഗായ്സ്, എല്ലാവർക്കും എന്റെ ബർത്ത്ഡേ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇതെന്റെ ബർത്ത്ഡേക്ക് എനിക്ക് എന്നെ ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരു കമ്മലാണ്. ഇത് ഇടയ്ക്ക് ഒരു 2 വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. എനിക്ക് തന്നെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് പ്രസന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒന്നും കൊണ്ടല്ല. എന്താ പറയാ, നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ഗിഫ്റ്റ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തിയിരിക്കുന്നതിനേക്കാൾ നമ്മുടെ ഭക്ഷണമൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ. ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ പാർട്ടായിട്ടാണ് ഇതെന്ന് പറയുന്നത്. കോളേജിലേക്ക് ഇനി ഫംഗ്ഷൻ വരുമ്പോൾ എത്തിയേക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും നല്ല ഇവന്റ്സ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിയായിട്ട് അടുത്ത സീക്വൻസ് വരുന്നതായിരിക്കും. 4 to 6 days later. Happy birthday to you. Happy birthday to you. Happy birthday dear Shilpa. Happy birthday to you. എങ്ങനെയുണ്ട്? നിന്നെന്ത് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വന്ന്? അതൊക്കെ ഞങ്ങള് എടുത്ത് Happy birthday to you. Happy birthday to you. Happy birthday dear Shilpa. Happy birthday to you. അതാണ് ഹലോ ഗായ്സ്, അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഞാൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇന്ന്. എന്തായാലും അവർക്ക് നമുക്ക് കുറെ സർപ്രൈസ് ഒക്കെ തന്നല്ലേ, നമ്മൾ തിരിച്ച് എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യണ്ടേ. അപ്പൊ ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതാണ് എന്റെ കോസ്റ്റ്യൂം. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് എന്റെ കോസ്റ്റ്യൂം. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളും ഞാനോട് ഒന്നിച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി നേരെ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പൊ ഗൈസ്, ഇപ്പൊ ഞങ്ങൾ ഒറ്റപ്പാലത്തേക്ക് പോകാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി പോവാണ്. പാലക്കാട് ഒറ്റപ്പാലം. ഇവിടെ നിൽക്കും എല്ലാവരും. അത്രേ ഉള്ളൂ. ബസ്സൊന്നും വന്നില്ല ഗൈസ്. ഒറ്റപ്പാലം ബസ് ബസ് വന്നു ഗൈസ്. ഗൈസ്, ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അവിടെയല്ല, സത്യം. ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ചെറിയൊരു ഷോപ്പിംഗ്, മാലയും വളയും വാങ്ങാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നത്. ഇവർക്ക് 2 പേർക്കാണ് കട എവിടെയെന്ന് അറിയുന്നത്. സോ ഇവരെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഞങ്ങൾ ബാക്കി നടക്കുകയാണ്. മറ്റേ ഇതില്ല കൊടയില്ലേ, ഇങ്ങനെ കൈയുള്ള കൊട. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അത് പക്ഷെ ഭയങ്കര പണ്ടൊരു ട്രെൻഡ് ആയിരുന്നു, കാലം കൊട. ഫൈനലി നമ്മളങ്ങനെ കടയിലെത്തി. അടുത്തൊരു കല്യാണം വരുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയുള്ള കുറച്ച് സാധനം മേടിക്കാനായിരുന്നു.
ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, അതുകൊണ്ട് ചുമ്മാ കടയുടെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല കളക്ഷൻ ഉണ്ടല്ലേ. ഞാൻ പിന്നെ ഇവിടുത്തെ കമ്മലൊക്കെ ഇട്ട് നോക്കുമായിരുന്നു. അവിടുന്ന് കടയിൽ നിന്ന് ഇറങ്ങി പിന്നെ അടുത്ത് ഏത് സ്പോട്ടിൽ പോകണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഇറങ്ങിയതായിരുന്നു. അവിടെ ഫുഡ് കഴിക്കണമെന്നുണ്ട്, പക്ഷെ എവിടെ നിന്ന് വേണം എന്ത് വേണമെന്നൊന്നും ഒരു പിടിയില്ല. ഞങ്ങളിത് എങ്ങോട്ടാന്നില്ലാണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അറേബ്യയിലോട്ട് പോകാനോ അല്ലേ? അറേബ്യയിലേക്ക് ഇനിയും പോകാനുണ്ടോ? പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലല്ലേ പഠിക്കുന്നത്. വെറുതെ ആവശ്യമില്ലാതെ ഓട്ടോയ്ക്കൊക്കെ പൈസ കൊടുക്കണ്ട എന്ന് ഓർത്തിട്ട് നടന്നാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ സ്വന്തം, നമ്മുടെ PK ദാസിന്റെ സ്വന്തം മായന്നൂർ. അറിയില്ല, എന്നാലും ഫുഡ് വരാൻ വേണ്ടി നല്ല ലേറ്റ് ആവും. അന്ന് കുറച്ച് ലേറ്റ് ആയില്ലേ? ഞാൻ ആൾക്കാരുടെ തിരക്ക് പോലെ ഇരിക്കും. ഗൈസ്, ഇതാ ഭാരതപ്പുഴ. വെള്ളമൊന്നുമില്ല, പേരിന് മാത്രം ഭാരതപ്പുഴ. നമ്മുടെ PK ദാസിലെ കുട്ടികൾക്ക് ഒരു ഓർക്കാനുള്ള ഏറ്റവും വലിയൊരു സ്ഥലം തന്നെയാണ് ഇതെന്ന് പറഞ്ഞത്. എല്ലാവരും വൈകുന്നേരം ഫ്രീ ഒക്കെ ആയിട്ട് വന്നിരിക്കാനും സംസാരിക്കാനൊക്കെ വരുന്നൊക്കെ ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പം എല്ലാവർക്കും എന്തായാലും ഇവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഭയങ്കര നൊസ്റ്റ് അടിക്കുന്ന ഒരു സ്ഥലം തന്നെയായിരിക്കും അല്ലേ നൗജി? അങ്ങനെ ഇതാ ബ്രിഡ്ജ് കഫേയിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളി ആംബിയൻസ് അവിടെ, പൊളിന്ന് വെച്ചാൽ അടിപൊളിയാ. ഭയങ്കര രസം ഇവിടെ വന്നിരിക്കാനൊക്കെ. അങ്ങനെ ഫൈനലി ഞങ്ങൾ റീച്ച് ആയിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ബ്രിഡ്ജ് കഫേയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് അടിപൊളിയാണ്, നൈറ്റൊക്കെ വന്ന് കാണാൻ അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വരുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഇവിടെ. നോക്കാം. ലൈം ജ്യൂസ് പിന്നെ ഞാൻ പറയട്ടെ. ചിക്കൻ സെജ്വാൻ നൂഡിൽസും നമ്മൾ 2 സ്ഥലത്ത് പോകുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ലൈറ്റ് ആയിട്ട് കുറച്ച് ഫുഡ് മാത്രം കഴിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഹെവി ആയിട്ട് അടുത്ത എന്തായാലും എന്നെ കളിയാക്കുന്നു എല്ലാരും. പ്രതികരിക്കണം, നിങ്ങൾ കമന്റ് ബോക്സിൽ പ്രതികരിക്കണം. പറ നിന്റെ സന്തോഷം പറ. നല്ല സന്തോഷമുണ്ട് ഫസ്റ്റ് പാസ്സാവാൻ പറ്റിയതിൽ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ പാസ്സായതിൽ സന്തോഷമുണ്ട്. ആരും ഒരു ഫെയിൽ മാർക്ക് ആവാതെ കേട്ടോ. ആരും ഫെയിൽ ആയിട്ട് F മാർക്ക് വരുമല്ലോ, അതല്ലാതെ അതൊരു വരാൻ ഇഷ്ടപ്പെട്ടവര് കരയേണ്ടി വന്നാൽ നമ്മൾ പ്രശ്നം വരും. എല്ലാവർക്കും പറയുന്നില്ല. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാര് വിഷമിക്കുന്നത് നമ്മൾ കണ്ടില്ലല്ലോ. നമ്മൾ കൂടുതൽ ഫ്രണ്ട്സ് ആയാലും അയ്യോ ഞാൻ തോറ്റുപോയി ഒരു മാർക്കിന്, കഴിഞ്ഞ തവണക്ക് നമുക്ക് ഒരു മാർക്കിനൊക്കെ ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. തവണ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതന്നെ മനസ്സിൽ സന്തോഷമുണ്ട് എല്ലാവരും വന്ന് കര കയറിയത്. അടിച്ച് വെറുതെ എന്തോ പറയാ കിട്ടില്ല അങ്ങനത്തെ സംഭവം ഒന്നും വേണ്ട അല്ലേ. ചില പിള്ളേർക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയം ഫുഡ് വന്നു ഗൈസ്, ഫുഡ് കഴിക്കാൻ വേണ്ടി പോട്ടെ. കാണല്ലേ. ചൂട് വേണ്ട, ചൂടാ. നമ്മള് കല്യാണത്തിന് ഇപ്പൊ ഗൈസ് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി. ഞാൻ അടുത്ത സ്പോട്ടിൽ പോയിട്ട് കാണാം. നമ്മുടെ ഫൈനൽ സ്പോട്ടിൽ നമ്മൾ എത്തി. അറേബ്യൻ ഹിൽസിലാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും ഹെവി ആയിട്ട് വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. റൈസ് കിട്ടില്ലല്ലോ, റൈസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയണം. അപ്പോൾ ഹാഫ് എന്ന് പറയുന്നത് ഹാഫല്ലേ, ഫുള്ളായിരിക്കും. ഫുള്ളാണ് പറയാം. അപ്പോഴേ 4 പീസ് കിട്ടത്തുള്ളൂ. അപ്പോൾ റൈസ് ഉള്ളത് വേണം, അതായിരിക്കും കുറച്ച് ബെറ്റർ. ബിക്കോസ് റൈസ്
ഹാഫ് പെരി പെരി Yeah. അൽഫാം ഹാഫ് Ini separate atau price nasi apa? Ya harga. ഈ ഒരു ജസ്റ്റ് അറിയോ Ini mandi apa? ഇതിലെ റൈസ് Ini MP. Full അടിച്ചു. ഇപ്പോൾ എത്ര 940 ആയി. ഇപ്പോൾ അല്ലേ? പിന്നെ ഇങ്ങനെ അടിച്ചു. ഫുഡ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. വെരി ഗുഡ്. ഞങ്ങളിവിടെ സ്നാപ്പിന് വേണ്ടി ഫോട്ടോസ് എടുത്തപ്പോൾ ഒരാളിതാ വിശന്നുള്ള നോട്ടമാണത്. ഒരു പിച്ച് തന്നിരിക്കുന്നു. ഗൈസ് ഇവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നല്ല മഴ, എങ്ങനെ പോകണമെന്ന് അറിയില്ല. ലാസ്റ്റ് ബസ് 8:40 ഇപ്പൊ 8:38 ആയിട്ടുണ്ട്. കോട്ടയ്ക്ക് പോകണോ എവിടെയാണോ നമുക്ക് ആലോചിച്ചത്. കുടയില്ലാത്തത് ഞാൻ ജീവിത തട്ടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതാ ഓട്ടോയിൽ ബസ് സ്റ്റാൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഔജിയുടെ മടിയിലിരിക്കുകയായിരുന്നു. വേറെ ചെയ്യുന്ന സമയത്ത് നമ്മള് താഴെ പോകാണ്ടിരിക്കാൻ നല്ല മഴയാണ്, നല്ല മഴയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബസ് വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇവിടെ. അങ്ങനെ ദാ ഫൈനലി ബസ്സൊക്കെ കിട്ടി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നല്ല രസമുണ്ടായിരുന്നു മഴയത്ത് ഈ ബസ്സിലെ യാത്ര. അതിൻ്റെ കൂടത്തിലെ ഈ സംസാരമൊക്കെ നൈസായിരുന്നു. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. മഴയൊക്കെ നനഞ്ഞ് മുടിയൊക്കെ കുളമായി. അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറേ എക്സാംസും കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങളങ്ങനെ പുറത്തു പോകുന്നത് വളരെ കുറവായിരുന്നു. അപ്പം പിന്നെ ക്ലിനിക്സിൽ ഞങ്ങൾ വേറെയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കാണുന്നില്ല. അപ്പോൾ ക്ലാസ്സിൽ കിട്ടുന്ന ഒരു 10 മിനിറ്റ് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ട് അയ്യോ അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറേ എവിടെയാണ്ടൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ട് പോലെ സുറ്റും വീഴി സുടാരെ അതിലെ പാട്ട് പോലെ അസിനെ പോലെ ഞങ്ങളിങ്ങനെ എവിടെയൊക്കെ നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചത് ഭയങ്കര വേർത്തായിരുന്നു. വിശന്നിട്ട് കഴിക്കുന്നതുകൊണ്ട് ഒരു എന്താ പറയുക, നല്ല ആസ്വദിച്ച് കഴിച്ചു. ഒരു മടുപ്പില്ലായിരുന്നു. പിന്നെന്താ ഇങ്ങനെ തിരിച്ച് ബസ്സിലൊക്കെ വന്നപ്പോൾ അടിപൊളിയായിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞു സൂപ്പറായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റ് പറ്റിയില്ലെങ്കിലും അതിനിരട്ടി ഇന്ന് ഞാൻ എൻജോയ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമായി. ഐ ലവ് യു മാ. അപ്പോൾ ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതാണ് നമ്മൾ അടുത്ത് നടക്കാൻ വേണ്ടി പോകുന്ന കാര്യം. ഫസ്റ്റ് ഡേ ഈ ഒരു നോട്ടാണ്. ഈ നോട്ടിന് പ്രത്യേകത എന്നറിയോ, നമ്മുടെ ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കും ഇങ്ങനത്തെ ഉണ്ടാവുന്നത്. എന്തായാലും കണ്ടോട്ട് നോക്കിയാ ഇതിലിങ്ങനെയാണ് ഞാൻ അല്ലാണ്ട് കാണിച്ചത്. പിന്നെ കാസിയോ വിന്റേജിന്റെ മാച്ചാണ്. എനിക്കറിയാൻ കുറേ പേർക്ക് മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കും. ഞാൻ കുറേ നാള് മേടിക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ ഫൈനലി എൻ്റെ കയ്യിൽ കിട്ടി. കാരണം ഞാൻ വാച്ച് എൻ്റെ ഇരിക്കുന്ന വാച്ച് ഏകദേശം ഒരു 9, 10, 11, 12 റിപ്പീറ്റ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ 8 വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള വാച്ചാണ്. ഇപ്പോഴാണ് വാച്ച് മേടിക്കുമെന്ന് നോക്കും, പക്ഷെ കിട്ടിയില്ല. ഇപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വിലസം എങ്ങനെയുണ്ട് ഫുള്ളാവും. പിന്നെ എന്താ ഈ 2 സാധനമുണ്ട്. നമുക്ക് അരിച്ചത്
ഇതാണ് ലിഖിട്ടിരിക്കുന്നത്. ഇത് എനിക്ക് ഇങ്ങനത്തെ മോഡൽ വാച്ച് ഭയങ്കര എനിക്കിഷ്ടമാണ്. അതായത് പക്ഷെ ഞാൻ ഇതിന്റെ ഭാഗത്തോട്ട് നോക്കിയിട്ടില്ല. അപ്പൊ കാരണം അത്യാവശ്യം അറിയാലോ, അത്യാവശ്യം പൈസ മുടക്കേണ്ട സാധനമാണ്. അപ്പോഴേക്ക് ഞാൻ ആ ഏരിയയിലോട്ടേ നോക്കിയിട്ടില്ല. അപ്പോ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ശരിയായി തോന്നിയില്ലേ? ഇങ്ങനത്തെ ഒരു സാധനം കാരണം ഞാൻ ഇങ്ങനത്തത് നമുക്ക് പറ്റിയല്ല, നമ്മൾ ഏരിയയിൽ നോക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ നോക്കിയിട്ടേ ഇല്ലായിരുന്നു. അതായത് എനിക്ക് ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. കുറേ ചോക്ലേറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. അവസ്ഥ എന്താണെന്ന് പറയാൻ ചോക്ലേറ്റ് കഴിക്കില്ല. ഞാൻ ഇതിനാണ് എന്റെ കഴിക്കാം. ഏത് കാലം കഴിക്കാം. ഞാൻ പണ്ട് ഫോൺ സ്വീറ്റ്സിനെ കസിൻ ചേട്ടൻ കൊണ്ടുവരുമായിരുന്നു. ഞാൻ കഴിക്കാൻ ഇഷ്ടമില്ല. നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഈ ഒരു ഡ്രസ്സാണ്. ഇതായത് ഇട്ട് വാങ്ങിയിട്ട് ഞാൻ പറയാം. ഇട്ട് കാണിക്കാം കേട്ടോ. ഇതാ ഗിഫ്റ്റൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു സർപ്രൈസ്. ഇന്ന് കൊച്ചിയിൽ നിന്ന് വന്ന സർപ്രൈസ് ആയിരുന്നു. കൊച്ചിയിലുള്ള എൻ്റെ ഫ്രണ്ട്സെല്ലാം എനിക്ക് അയച്ചു തന്നായിരുന്നു. പിന്നെ എന്താ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞാൻ വീണ്ടും ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെന്താ സ്വന്തമായിട്ട് കേക്കൊക്കെ കഴിക്കുമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ കേക്ക് കഴിക്കുന്നത്. അപ്പം മധുര കുറേ നേരം ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെയും ഞാൻ എൻജോയ് ചെയ്തു. ഹലോ ഗൈസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോയിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകളോ പോരായ്മകളോ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്താൽ മതി. ഞാൻ അടുത്തൊരു വീഡിയോയിൽ നല്ല ഇമ്പ്രൂവ് ആയിട്ട് ചെയ്തോളാം. പിന്നെ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് ഹാപ്പി ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും അടിക്കാതെ ഫ്രീ ആയിട്ടിരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പേഴ്സണലി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ റിപ്ലൈ ചെയ്തോളാം. പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ ബൈ. ഞാൻ അവരെയൊക്കെ ആയിട്ട് വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. എൻ്റെ ഇടയ്ക്ക് അമ്മയോട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ.